ഇന്നൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു മഗ്ഗിനെ ഒരു ഗാർഡൻ ലുക്കിലാക്കിയാലോ? ഞാൻ ഇതേപോലത്തെ കപ്പിലാട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിൽസ് എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ ഈ കപ്പിൻ്റെ സർഫേസിലൊക്കെ ബ്രഷ് വെച്ചിട്ട് തന്നെ വാട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗാർഡൻ തീമിന് നമുക്ക് ഗ്രീൻ കളർ എടുക്കാം. പെയിന്റിംഗ് ബ്രഷ് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം പെയിന്റിൽ ഡിപ്പ് ചെയ്ത് നമുക്ക് പെയിന്റ് ചെയ്യാൻ തുടങ്ങാം. ഗ്രീൻ കളർ കൊണ്ട് കപ്പിൽ ഇതുപോലെ ഫസ്റ്റ് കോട്ട് നമുക്ക് അടിച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് കോട്ട് ഇവിടെ അടിച്ചു കഴിഞ്ഞിട്ട് ഇനി അത് ഉണങ്ങാൻ വെക്കാം. ഫസ്റ്റ് കോട്ട് പെയിന്റ് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ടും കൂടി ഇതുപോലെ അടിച്ചെടുക്കുക. സെക്കൻഡ് കോട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കണം. സെക്കൻഡ് കോട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം ഫ്ലവേഴ്സും ഗ്രാസൊക്കെ വരയ്ക്കാം, അല്ലെങ്കിൽ കളേഴ്സ് ഫുള്ള് മിക്സ് ആവും. ഇനി നമുക്ക് ഗ്രാസ് വരയ്ക്കാനായിട്ട് ലൈറ്റ് ഗ്രീൻ വേണം. സോ അതിനായിട്ട് വൈറ്റ് കളറും ഗ്രീൻ കളർ കൂടി മിക്സ് ചെയ്ത് നമുക്ക് ലൈറ്റ് ഗ്രീൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഗ്രീൻ കളർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രാസ് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഗ്രാസ് വരയ്ക്കുമ്പോൾ താഴെ നിന്ന് മേലോട്ടാക്കിയിട്ട് വേണം കേട്ടോ വരയ്ക്കാൻ. ഓട്ടാക്കി വരയ്ക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഗ്രാസിൻ്റെ ഷേപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ വലിയ വലിയ ഗ്രാസുകൾ ഇനി ഈ പോട്ടിൻ്റെ ചുറ്റുമായിട്ട് വരച്ചു കൊടുക്കാം. വലിയ ഗ്രാസുകൾ വരച്ചതിൻ്റെ തൊട്ട് താഴെയിട്ട് കുഞ്ഞു കുഞ്ഞു ഗ്രാസും കൂടി വരച്ചു കൊടുക്കാം. ചെറിയ ഗ്രാസും തന്നെ താഴെ നിന്ന് മേലോട്ടാക്കിയിട്ട് വരച്ചു കൊടുക്കണം. നമുക്ക് ഈ ഗ്രാസിനൊക്കെ കുറച്ചുകൂടി ചന്തം വരുത്തണം. സോ നമുക്ക് ഇനി ഡാർക്ക് ഗ്രീനും കൂടി ഇതിന്റെ മേലെ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വരച്ചിരിക്കുന്ന ലൈറ്റ് ഗ്രീൻ ഗ്രാസ് ഒക്കെ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ഈ ഡാർക്ക് ഗ്രീന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ കളറൊക്കെ ആയിട്ടൊന്ന് മിക്സ് ആവുള്ളൂ. ഇപ്പൊ നമ്മുടെ ഗ്രാസ് ഒക്കെ നല്ല കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഫ്ലവേഴ്സ് വരയ്ക്കണം. ഇനി നമുക്ക് യെല്ലോ കളർ ഈ ഗ്രാസിന്റെ ഒക്കെ ഇടയിലൂടെ ഓരോ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. യെല്ലോ ഡോട്ട് ഇട്ടതിന് ശേഷം നമുക്കിനി ഫ്ലവറിന്റെ പെറ്റൽസ് വരയ്ക്കണം. സോ ഞാൻ ആദ്യം തന്നെ പിങ്ക് ഫ്ലവർ വരയ്ക്കാന്ന് കരുതി. ഈ പിങ്ക് കളർ ഇല്ലെങ്കിൽ വൈറ്റും റെഡും കൂടി മിക്സ് ചെയ്ത് പറഞ്ഞാൽ ഈ പിങ്ക് കളർ കിട്ടും. അടുത്തതൊരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു ഫ്ലവർ വരയ്ക്കാം. അതായത് ഈ പിങ്കും റെഡും കൂടിയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ. നമുക്ക് ഇതേപോലെ ഓരോ കുഞ്ഞു കുഞ്ഞു ഫ്ലവറും ഈ ഗ്രാസിന്റെ ഇടയിലായിട്ട് വരച്ചു കൊടുക്കാം. ഇനി ഒരു ലൈറ്റ് ബ്ലൂ കളർ ഫ്ലവറും കൂടി ആക്കിയേക്കാം. സോ ഞാനിവിടെ ഡാർക്ക് ബ്ലൂവും വൈറ്റ് കളറും കൂടി എടുത്തിട്ട് ലൈറ്റ് ബ്ലൂ കളർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർഡൻ ലുക്ക് ഇവിടെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ലിറ്റിൽ മിനി ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർഡൻ ലുക്കിലെ ഗ്രൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കൈയും കൂടി ഒന്ന് സെറ്റ് ആക്കാം. കളറിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റ് ബ്ലൂ കളർ തന്നെ നമുക്ക് സ്കൈയിലും കൊടുക്കാം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു മേഘങ്ങൾ നമുക്ക് വരച്ചെടുക്കാം. ഒരു കുഞ്ഞു മേഘം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു മേഘങ്ങൾ വരയ്ക്കാം. ഇനി ഈ കുഞ്ഞു മേഘത്തിന്റെ ഇടയിൽ ഒരു കുഞ്ഞു സൂര്യനെയും കൂടി വരച്ചെടുക്കാം. അറ്റ് ലാസ്റ്റ് നമ്മുടെ ഗാർഡൻ തീം പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള കൂടുതൽ ആർട്ട് വീഡിയോക്കായി വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക.